നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്തുമസ്. 2025 എന്ന ഗ്രിഗോറിയൻ കലണ്ടർ വർഷത്തിലെ ക്രിസ്തുമസ് യൂറോപ്പിലെമ്പാടുമുള്ള ക്രൈസ്തവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിക്കുന്നതായി മാറിയത് ചില രാജ്യങ്ങളിൽ ക്രിസ്തുമസ് മാളുകൾക്ക് നേരെ ഇസ്ലാമിക തീവ്രവാദികൾ അഴിച്ചുവിട്ട അസഹിഷ്ണുത നിറഞ്ഞ ആക്രമണങ്ങളായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ക്രിസ്തുമസ് സാമഗ്രികൾ വിൽക്കുന്ന കച്ചവടശാലകൾക്കും കരോൾ സംഘങ്ങൾക്കും എതിരെ ഉണ്ടായതും അതിശക്തമായ ആക്രമണങ്ങൾ ആയിരുന്നു എന്നതാണ്. चर्च का फादर से मैं पूछना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ. इसमें कोई ग्रंथ करके नहीं है भैया. हाँ क्या है? गॉस्पेल ऑफ जॉन वो सब क्या चीज है? बाइबल क्या चीज है? धार्मिक ग्रंथ है. ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी कहाँ से मैन्युफैक्चर हुआ है? Of course, it was not printed in India. भारतवर्ष में ये पैदा हुआ ही नहीं था. विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारा इंडिया में चलेगा नहीं. हमारा क्या है? चारों वेद है, मनुस्मृति है, उपनिषद है. हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे. Am I clear? Okay? जय श्री राम. जय श्री राम. जीसस क्राइस्ट इज नॉट आवर्स. मदर मैरी, जीसस क्राइस्ट को पैदा करने वाला मदर मैरी कैसे प्रेग्नेंट हुई थी बताओ. സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ കയറി വന്ന ഇയാൾ പരിശുദ്ധ ബൈബിളിനെ കുറിച്ച് പാസ്റ്ററോടും സദസ്സിനോടും ആക്രോശിക്കുകയും പരിശുദ്ധ ബൈബിളിനെ വിദേശ പുസ്തകമെന്ന് വിളിക്കുകയും കടുത്ത അസഹിഷ്ണുതയോടെ ജയ് ശ്രീരാം എന്ന് ചൊല്ലുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. അതുമാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ വിശ്വാസത്തെയും അദ്ദേഹം പരിഹസിക്കാൻ മറന്നില്ല. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും യേശുക്രിസ്തുവിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ഇയാൾ ബംഗ്ലാദേശിൽ നിന്നുള്ള സന്നിയൂർ റഹ്മാനാണ്. എക്സ് മുസ്ലിമായ ഇയാൾ ആദ്യം നിരീശ്വരവാദിയും പിന്നീട് തന്റെ പേര് ശ്രീ സത്യനിഷ്ഠ ആര്യ എന്ന് മാറ്റുകയും ചെയ്ത് തീവ്ര ഹിന്ദുത്വ ഇതര മതവിദ്വേഷവുമായി നടക്കുന്ന ആളാണ്. മറ്റൊരു ശ്രദ്ധേയമായ വീഡിയോ ഒഡീഷയിലെ വഴിയോരത്ത് ഇരുന്നുകൊണ്ട് സാന്താക്ലോസിന്റെ തൊപ്പിയും മുഖംമൂടിയും മറ്റ് ക്രിസ്തുമസ് അലങ്കാരങ്ങളും വിറ്റുകൊണ്ടിരുന്ന രാജസ്ഥാനി കച്ചവടക്കാർക്കെതിരെ ആക്രമണ ഭീഷണിയുമായി ചില ഗുണ്ടകൾ രംഗത്ത് വരികയും അവിടെ കച്ചവടം നടത്താൻ അനുവദിക്കാതെ ഇന്ത്യ ഹിന്ദു രാജ്യമാണ് എന്നും ഇവിടെ ഇത്തരം സാധനങ്ങൾ കച്ചവടം നടത്തുവാൻ അനുവദിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്തി ഓടിച്ചു വിടുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ക്രൈസ്തവർക്കും ക്രിസ്തുമസ് കച്ചവടങ്ങൾക്കും കരോൾ സംഘങ്ങൾക്കും എതിരായി നടമാടിയ ആക്രമണങ്ങളെക്കുറിച്ച് ക്രൈസ്തവ സമൂഹം കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയത്. അതിനിടെയാണ് ജബൽപൂരിലെ ക്രിസ്തുമസ് ആഘോഷത്തിൽ അന്ധയായ ക്രൈസ്തവ യുവതിയെ കയ്യേറ്റം ചെയ്യാൻ ഒരുമ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിച്ച ക്രിസ്തുമസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കാഴ്ച വൈകല്യമുള്ള ഈ സ്ത്രീയെ BJP സിറ്റി വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവയാണ് പരസ്യമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തത്. മതപരിവർത്തനത്തിന്റെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഭീകര സ്വത്വം ആ സാധു സ്ത്രീയെ ക്രൂരമായി ആക്രമിച്ചത്. ഏതാനും മാസം മുൻപ് മലയാളികളായ കന്യാസ്ത്രീകളെ ക്രൂരമായി വേട്ടയാടിയ ഛത്തീസ്ഗഡിലാകട്ടെ ക്രിസ്തുമസ് വാരത്തിൽ ക്രൈസ്തവർക്കെതിരെ ബന്ധും അനുബന്ധ പ്രതിഷേധങ്ങളും നടത്തുകയും ചെയ്യുകയുണ്ടായി. ക്രിസ്തുമസിന്റെ ഏതാനും ദിവസം മുൻപ് കാങ്കർ ജില്ലയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ നടന്ന കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ 24 ബന്ധുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണങ്ങളും നടന്നു. ഇത്തരം നീക്കങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ കൂടുതൽ ആക്രമണത്തിന് പ്രേരകമാകുമെന്നും കൂടാതെ ഇത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യ ഉറപ്പുകളെ ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. സമാധാനപരമായ കരോൾ സംഘങ്ങൾക്കും പള്ളികളിൽ പ്രാർത്ഥിക്കാൻ ഒത്തുകൂടിയവർക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും ഭയമില്ലാതെ ജീവിക്കാനും ആരാധിക്കാനുമുള്ള അവകാശത്തെയും ഗുരുതരമായി ദുർബലപ്പെടുത്തുന്നതായും CBCI ചൂണ്ടിക്കാട്ടി. ക്രിസ്തുമസ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കാഴ്ച പരിമിതിയുള്ള ഒരു സ്ത്രീയെ BJP സിറ്റി വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവ പരസ്യമായി അപമാനിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുകയായിരുന്നു. ക്രിസ്തുമസ് സമ്മേളനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ദേശവിരുദ്ധ ഗ്രൂപ്പുകളുടെ സംഭവങ്ങളെയും CBCI അപലപിക്കുകയുണ്ടായി.
ഇത്തരം നിന്ദ്യവും മനുഷ്യത്വരഹിതവുമായ പെരുമാറ്റത്തിന്റെ വെളിച്ചത്തിൽ അഞ്ജു ഭാർഗവയെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഉടൻ പുറത്താക്കണമെന്ന് CBCI ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ 2025 ഡിസംബർ 24 ക്രിസ്ത്യാനികൾക്കെതിരെ ബന്ദിന് ആഹ്വാനം ചെയ്യുന്ന വിദ്വേഷപരമായ ഡിജിറ്റൽ പോസ്റ്ററുകളുടെ പ്രചാരണവും CBCI ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത്തരത്തിൽ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ എത്തിയതിനാലാകാം ജബൽപൂരിൽ അന്ധയായ സ്ത്രീയെ ആക്രമിച്ച അസഹിഷ്ണുവായ ആ സ്ത്രീക്കെതിരെ കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് BJP നോട്ടീസ് നൽകിയത്. കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭയാശങ്കകളെ അതേ അളവിൽ പരിഗണിക്കുകയും കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന ഒരു പ്രതീതി ഇതോടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള എല്ലാതരം പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് ക്രിസ്തുമസ് തലേന്ന് വീണ്ടും വെറിയിളകിയ ഹിന്ദുത്വ ഗുണ്ടകൾ കാവിത്തുണി തലയിൽ കെട്ടിക്കൊണ്ട് റായ്പൂരിലെ ഒരു ക്രിസ്തുമസ് ഷോപ്പിംഗ് മാളിലേക്ക് കയറി ചെന്ന് അവിടെ ക്രമീകരിച്ചിരുന്ന ക്രിസ്തുമസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തുകൊണ്ട് അഴിച്ചുവിട്ടത് കടുത്ത ആക്രമണങ്ങൾ ആയിരുന്നു. റായ്പൂരിലെ വിധാൻസഭ റോഡിലുള്ള മാഗ്നറ്റോ മാളിലായിരുന്നു ഈ സംഭവം നടന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചനകൾ. മാളിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും സംഘം തകർത്തെറിഞ്ഞു. ജയ് ശ്രീറാം വിളികളുമായി 100ഓളം പോന്ന മത തീവ്രവാദികൾ മാളിനുള്ളിലേക്ക് ഇരച്ചു കയറുകയും അവിടെയുണ്ടായിരുന്ന സന്ദർശകരെ ഭീതിയിലാഴ്ത്തുകയും ചെയ്തു. ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഹിന്ദു സംസ്കാരത്തിന് വിരുദ്ധമാണെന്നും മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. ലോകത്തിൽ മനുഷ്യൻ വ്യാപരിക്കുന്ന ഇടത്തെല്ലാം കലാപങ്ങളും പൊട്ടിത്തെറികളും ചോരക്കുരുതികളും തകൃതിയായി നടക്കുമ്പോൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും ആഘോഷമായ ക്രിസ്തുമസ് ഇനി ആരും ആഘോഷിക്കേണ്ട എന്ന തരത്തിലുള്ള സന്ദേശം സമൂഹത്തിലേക്ക് നൽകിക്കൊണ്ട് നടമാടിയ ഇത്തരം സംഭവങ്ങൾ അങ്ങേയറ്റം അപലപനീയവും തിരുത്തപ്പെടേണ്ടതുമാണ്. മുൻപ് എങ്ങുമില്ലാത്ത വിധത്തിൽ ഈ രാജ്യം കടന്നു പോകുന്നത് കടുത്ത അസഹിഷ്ണുതയുടെ ഭീകര അവസ്ഥകളിലൂടെയാണ്. ഒരു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ മതത്തിന്റെ ആശയങ്ങളും തത്വങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ മറ്റൊരു മതത്തെ ദുഷിക്കുകയും ആ മതം മോശമാണെന്നും ആ മതത്തിലെ ദൈവം കൊള്ളത്തില്ല, മറിച്ച് തങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ മാത്രമേ ഇന്ത്യയിൽ പാടുള്ളൂ എന്ന നാണവും മാനവും ഇല്ലാത്ത പ്രസ്താവനകളും പ്രവണതകളും ലോകത്തിൽ വേറെയില്ല. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നാസ്തികന്മാർക്ക് എല്ലാ ദൈവങ്ങളെയും എല്ലാത്തരം വിശ്വാസങ്ങളെയും പരിഹസിക്കാനും അബദ്ധമെന്ന് പറയുവാനും കഴിയുന്നത് തികച്ചും ന്യായമാണ്. എന്നാൽ സഹനത്തിന്റെ പ്രതീകങ്ങളായ ക്രിസ്തു ശിഷ്യന്മാർ ഭരണഘടനയുടെ അവകാശം മാത്രം വിനിയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനാ കൂടിവരവിലേക്ക് തള്ളിക്കയറി വന്ന് കയ്യൂക്കിന്റെ ശൗര്യം കാണിക്കുന്നത് അങ്ങേയറ്റം ഭീരുത്വം തന്നെയാണ്. ഹൈന്ദവ തീവ്രവാദം തലയ്ക്ക് പിടിച്ച മതഭ്രാന്തന്മാരുടെ ഇത്തരം പേക്കൂത്തുകളെ ഔദ്യോഗികമായി തന്നെ നിയന്ത്രിക്കാൻ രാജ്യത്തിന്റെ ഭരണസാരഥികൾ മുന്നോട്ട് വരേണ്ടതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഐറണി എന്താണ് എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകളെയും ക്രൈസ്തവ സമൂഹത്തെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ BJP പല പദ്ധതികളും ഒരുക്കുന്നതിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നതാണ്. BJP കേരള ഘടകത്തിലെ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളും കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന അനൂപ് ആന്റണിയും PC ജോർജും പുത്രൻ ഷോൺ ജോർജും BJPയുടെ കേരളത്തിലെ വലിയ നേതാക്കന്മാരായി പ്രവർത്തിക്കുകയും കോട്ടയം ജില്ലക്കാരനായ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തതിലൂടെ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള ശക്തമായ നീക്കങ്ങളായിരുന്നു നടന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പിന്നിൽ ക്രൈസ്തവ സമൂഹം വഹിച്ച പങ്കും ചെറുതല്ലാത്തതായിരുന്നു. ഇത്തരം നീക്കങ്ങളെയെല്ലാം ശിഥിലമാക്കുന്ന നടപടികളാണ് ഈ ഹിന്ദുത്വ ഗുണ്ടകൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും കാണാതെ പോകരുതാത്ത ചില കാഴ്ചകൾ ഈ ക്രിസ്തുമസിനെ വ്യത്യസ്തമാക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ CNI കത്തീഡ്രൽ വൈസ്രോയി ചർച്ചിൽ പോയി ക്രിസ്തുമസ് ശുശ്രൂഷകളിൽ ആദ്യാവസാനം പങ്കെടുക്കുകയും ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്തുമസ് ആശംസകൾ നൽകുകയും ചെയ്തതായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്മാനമായി നൽകിയ പരിശുദ്ധ ബൈബിളിൽ മോദി മുത്തമിട്ടതായിരുന്നു. ഒരു പാർട്ടി നേതാവ് എന്നതിലുപരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പോലും കാണാത്ത വിധത്തിലുള്ള ഈ സുന്ദര നിമിഷങ്ങൾ കാണാൻ കഴിഞ്ഞത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
എന്നാൽ പ്രധാനമന്ത്രിയുടെ ഇത്തരം സന്ദർശനങ്ങൾ പ്രധാനമന്ത്രി ആദരിക്കുന്ന ഒരു ജനതയെ താഴെ തട്ടിലുള്ളവർ ആക്രമിക്കരുത് എന്ന സന്ദേശം പൊതുസമൂഹത്തിൽ എത്തിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ഇത്തരം സന്ദർശനങ്ങളും കൂടിക്കാഴ്ചകളും സമുദായത്തിന്റെ ആശങ്കകൾ ഭരണകൂടത്തെ അറിയിക്കാനുള്ള വഴികൂടിയായി മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സ്ട്രാറ്റജിക്കൽ മൂവിന് മുൻപ് തന്നെ ക്രൈസ്തവരും മുസ്ലിമുകളും എല്ലാം ഇന്ത്യക്കാരാണ് എന്ന് RSS നേതാവ് മോഹൻ ഭാഗവത് വ്യക്തമാക്കുകയുണ്ടായി. ന്യൂനപക്ഷ വിരോധികളല്ല എന്ന് വെളിപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ചിലർ ആസൂത്രിതമായ അജണ്ടകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ക്രൈസ്തവർക്കും BJPക്കുമെതിരായ വീഡിയോകൾ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നുവെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്, ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ചിലത് വ്യാജ വാർത്തകൾ ഉൾപ്പെടെയുള്ളതായിരുന്നു. BJP കേരള ഘടകം അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് വട്ടന്മാരാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. 1.4 ബില്യൺ ഇന്ത്യൻസിലുള്ള ഈ രാജ്യത്തിൽ ചില കാര്യങ്ങളെല്ലാം നടക്കും, ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലർ തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ. രാജ്യത്തിലെ ക്രൈസ്തവർ കൺകുളിർക്കെ കണ്ട മറ്റൊരു ദൃശ്യമാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന ക്രിസ്തുമസ് റാലി. ക്രിസ്തുമസ് വടക്കേ ഇന്ത്യയിൽ പരക്കെ ആക്രമിക്കപ്പെടുന്നുവെന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുമ്പോഴും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമാധാനപരമായി നടന്ന ക്രിസ്തുമസ് റാലികൾ ക്രൈസ്തവർക്ക് നൽകുന്നത് വലിയ പ്രത്യാശയുടെ കിരണങ്ങൾ തന്നെയാണ്. കേരളത്തിൽ ക്രൈസ്തവരെ വാർത്തകളുടെ ഒരു വശം മാത്രം കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതകൾ നാളുകളായി നടക്കുന്നതാണ്. തപാൽ വകുപ്പിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നിർത്തലാക്കി എന്നത് വ്യാജ വാർത്തയായിരുന്നു എന്നത് പിന്നീട് നമുക്ക് വ്യക്തമായിരുന്നു. പാലക്കാട്ടെ കരോൾ സംഘം ആക്രമിക്കപ്പെട്ട വാർത്തയിലും ചില വളച്ചൊടിക്കലുകൾ നടന്നു എന്നുള്ളത് വാസ്തവമാണ്. കരോളിന് ഉപയോഗിച്ച ഡ്രമ്മിൽ CPM എന്ന് എഴുതിയത് ചോദ്യം ചെയ്തതായിരുന്നു ആക്രമണമുണ്ടായത്. സംഘത്തിന്റെ ബാൻഡ് സെറ്റും സാമഗ്രികളും നശിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ ആലപ്പുഴ ചാരുമൂടിൽ കരോൾ സംഘത്തെ ആക്രമിക്കപ്പെട്ടത് വാർത്തയാക്കാതിരുന്നവരാണ് നോർത്തിലെ ആക്രമണങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് വാസ്തവം. ക്രൈസ്തവർക്കെതിരെ BJPയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കിട്ടുന്ന അവസരങ്ങൾ തെല്ലും പാഴാക്കാതെ പ്രയോജനപ്പെടുത്താനുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് നടന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും അവരെ പീഡിപ്പിച്ച് അധികാരത്തിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നവരും പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവരെ പ്രതിരോധിക്കാനും തങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമല്ല എന്ന് വരുത്തി തീർക്കാനുമുള്ള പെടാപ്പാടുകളാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ നടത്തുന്നത് എന്നുള്ള വല്ലാത്ത ആശയക്കുഴപ്പം ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു വശത്ത് തലോടലും മറുവശത്ത് തല്ലും തരുന്ന ഗിമിക്കുകളാണോ BJP നേതൃത്വത്തിൻ്റെത് എന്ന ക്രൈസ്തവരുടെ ആശങ്കകളും പരിഹരിച്ചേ പറ്റുകയുള്ളൂ. മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതുമാണ്. ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കരോളിന്റെ പേരിൽ പേക്കൂത്തുകൾ പെരുകുന്നു എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ലോകരക്ഷകനായ യേശുക്രിസ്തു ജനിച്ചു എന്ന സവിശേഷ വാർത്ത മാലോകരെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ആ അവസരത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാനാണ് പാട്ടും മേളവുമായി വീടുകൾ സന്ദർശിക്കുന്നത്. അല്ലാതെ DJ ബാൻഡിട്ട് കുട്ടിക്കുടിയന്മാർക്ക് പിത്തലാട്ടം നടത്താനുള്ളതല്ലാതെ. ക്രിസ്മസ് കരോളുമായി വീട്ടുമുറ്റത്ത് വന്ന് തോന്നിവാസം പാടിയാൽ ആരായാലും പ്രതികരിക്കും, അത് ഉറപ്പാണ്. അത് സമൂഹത്തിൽ കുത്തിത്തിരിപ്പിനുള്ള ഒരു മാർഗമായി മാറ്റുന്നവരെയും സമൂഹം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഏതായാലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കുമെതിരെ നടന്ന അങ്ങേയറ്റം ആശങ്കാജനകമായ ആക്രമണങ്ങളെക്കുറിച്ച് ഗൗരവമായി തന്നെ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയം ഷെക്കേന 4 മണി ചർച്ചയിൽ ഗഹനമായ വിഷയമായി അവതരിപ്പിച്ചപ്പോൾ മുൻപൊന്നുമില്ലാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടമാടുന്നത് എന്ന ചോദ്യത്തിന് ചില ഇരട്ടത്താപ്പുകളെ പൊളിച്ചെടുക്കിക്കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് നേതാവായ ജോസുകുട്ടി ഒഴികയിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അടിസ്ഥാനപരമായി ക്രൈസ്തവ വിരുദ്ധതയും ഹൈന്ദവയോടുള്ള അമിതമായ താല്പര്യത്തെയും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ തടയിടേണ്ടവർ അതിന് ശ്രമിക്കുന്നില്ല. അപ്പൊ ഇത് കൃത്യമായ മതവിവേചനം തന്നെ ആണ്
ഇതിൽ നിന്ന് മാറുകയാണ് ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നാണ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത്. ഇത് ഇന്ത്യയിലെ ജനത്തെയും മത നേതൃത്വത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനിലെ ഉദാഹരണം യു പിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? യു പിയില് ഓഗസ്റ്റ് 15-ന് ഡിസംബർ 25 അവധി പ്രഖ്യാപിച്ച് ഉണ്ടായിരുന്ന അവധി എടുത്തു കളഞ്ഞു. അന്ന് അവധി ദിവസമല്ല, പ്രവൃത്തി ഡേ ആണ്. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഡിസംബർ 25 പ്രവൃത്തി ദിനമായിട്ടുണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് ആഘോഷിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പോലും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അന്നേ ദിവസം ഇവിടെ അത് അവധി അല്ല, അത് ആക്കിയെടുത്ത് മാറ്റി. അത് പ്രധാനമന്ത്രിക്ക് അറിയത്തില്ലാത്തല്ലോ. അപ്പൊ ഒരു വഴിക്ക് ഒരു കൈ കൊണ്ട് കൊടുക്കുകയും മറ്റേ കൈ കൊണ്ട് തലോടുകയും ചെയ്യുന്ന, അതിനെന്ത് ഭാഷ പറയണമെന്ന് അറിയത്തില്ല. ഒരു കൈ കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നത് പറയുകയും മറ്റേ കൈ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന വളരെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ്. ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന ടേംസ്, അതായത് നിർബന്ധിത മതപരിവർത്തനം എന്ന ഒരു സംഗതി സംജ്ഞയെ അവിടെ ഡിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്താലും അത് നിർബന്ധിത പരിവർത്തനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്മസ് കാർഡ് അയക്കുന്നത്, ആശംസകൾ അയക്കുന്നത്, ക്രൈസ്തവ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നത്, നമ്മുടെ പൊതുവായ പ്രൊസഷനുകള്, ഇതെല്ലാം നിർബന്ധിത പരിവർത്തനത്തിന്റെ ടേമിലേക്ക് നിയമപരമായി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നിയമവിരുദ്ധമായി തന്നെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് ഇത് ജനങ്ങളെ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും RSSകാർക്ക് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് വിശദീകരിക്കാനുള്ള ഒരു ക്ലോസ് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തന്ത്രപരമായ ഒരു കാര്യം മാത്രമാണ്. ഇന്ത്യൻ പൗരൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോൾ ഭരണഘടന നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ക്രൈസ്തവരെ കൃത്യമായി സമ്മർദ്ദത്തിലാഴ്ത്താൻ, മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കിയിട്ട് അതിന്റെ അറ്റവും മൂലയും പിടിച്ച് രംഗത്തിറങ്ങുന്ന അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളായ ഹൈന്ദവ തീവ്രവാദികൾ ഇന്ത്യൻ പൗരന്റെ ഓപ്ഷനായ നിർബന്ധം കൂടാതെയുള്ള മതപരിവർത്തനത്തെ പോലും ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള ആയുധമായി ഉപയോഗിച്ച് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വേട്ടയാടലുകളാണ് ഇന്ന് പല ഹൈന്ദവ തീവ്രവാദികൾക്കും സൗകര്യമായി മാറിയിരിക്കുന്നത്. ക്രൈസ്തവീകതയെ പ്രകടമാക്കുന്ന തിരുവസ്ത്രങ്ങളും മാലകളും ധരിച്ചും വിശുദ്ധ വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടും നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിന് കളമൊരുക്കുന്നവർ ആരായാലും അവരെ നിലക്കി നിർത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുകയും വേണം എന്ന കാര്യം കലവറ കൂടാതെ വ്യക്തമാക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനനം ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികളിൽ പലരെയും ഭയപ്പെടുത്തിയിരുന്നു. അതേ ഭയപ്പാടുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള ഊട്ടിയുറപ്പിക്കപ്പെടലുകൾ തന്നെയാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ കേവലം 2% മാത്രമുള്ള ക്രൈസ്തവ സമൂഹത്തെ ഭയത്തോടെ കണ്ടുകൊണ്ട് പള്ളികളിലും മറ്റും കയറി വന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആധികാരികതയെക്കുറിച്ച് പോലും ചോദിക്കാൻ ഇത്തരക്കാർ നിർബന്ധിതരായി മാറിയിരിക്കുന്നത്. ഇത്തരക്കാരുടെ ഇത്തരം നീക്കങ്ങളെ കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണം തന്നെയാണ് ഷെക്കേന 4 മണി ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകനായ ഫാദർ റോയി കണഞ്ചിറയും വ്യക്തമാക്കിയത്. 2025 വർഷത്തെ വിശ്വാസ ജീവിതം ആഘോഷിക്കുമ്പോഴും ഈ 2.5% തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും മതം തങ്ങളുടെ അരികിൽ വളരരുത് എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലല്ല. തങ്ങളുടെ മതം മാത്രം ഇവിടെ വളർന്നാൽ മതി, ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, മറ്റെല്ലാവരും ഇവിടെ ചത്തുപോകണം, മരിച്ചു പോകണം, ഇല്ലെങ്കിൽ അവരെ കൊല്ലണം എന്നൊന്നും പറയുന്ന ശൈലി ക്രൈസ്തവർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ 2.5% തന്നെ നിൽക്കുകയും ഈ നാടിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ, പുനർനിർമ്മിതിയിൽ, മനുഷ്യത്വത്തിന്റെ നിർമ്മിതിയിൽ, വൈജ്ഞാനിക മേഖലയുടെ നിർമ്മിതിയിൽ, സാമൂഹിക സേവനത്തിന്റെ നിർമ്മിതിയിൽ എല്ലാം മറ്റാരെക്കാളും ഏറ്റവും മികച്ച രീതിയിൽ മറ്റെല്ലാവരുടെയും കൂടെ നിന്ന്, മറ്റാരെക്കാളും എന്ന് ഞാൻ താരതമ്യ ഭാഷ ഉപയോഗിക്കുന്നില്ല, ഇതേപോലെ ചെയ്യുന്ന, സേവനം ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് സമൂഹ നിർമ്മിതിയിൽ പങ്കുചേരുകയാണ്, മനുഷ്യനെ ദൈവത്തോളം ഉയർത്തുകയാണ്. അതാണ് ഞങ്ങൾ ഈ ക്രിസ്മസിൽ ചെയ്യുന്നത്. ഭൂമിക്ക് മുകളിൽ നിന്ന് ക്രൈസ്തവീകതയെ തുടച്ചുമാറ്റാമെന്ന വിദ്യാബോധത്തോടെ മാരകമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടവരായിരുന്നു ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികളെ മൂക്കിന് കയറിട്ട് നടത്തിയ സാമ്രാട്ടുകൾ. എന്നാൽ ക്രൈസ്തവീകതയെ തുടച്ചു നീക്കാൻ ഇറങ്ങിയവരും അവരുടെ പരമ്പരകളും ഭൂമിക്ക് മുകളിൽ നിന്ന് നിർമൂലമായി പോയപ്പോൾ ക്രൈസ്തവീകതയും ക്രിസ്തുവിന്റെ ആദർശങ്ങളും മാനമുട്ടെ പാറിപ്പറന്നുകൊണ്ട് അജയ്യമായി ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ. അത് തന്നെ ഈ മതപ്രാന്തന്മാർക്കും അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങൾക്കും അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ കുറെ നാളുകളായി സാംസ്കാരിക മേന്മയുടെ ഉത്തുംഗത്തിൽ പരിലസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലും ക്രിസ്തുമസിനെതിരായി അതിശക്തമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇതിൽ പലതും സാമൂഹ്യ വിരുദ്ധന്മാരായ മധ്യമന്മാരുടെ തല്ലുകൊള്ളിത്തരങ്ങൾ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം.
അത്തരക്കാർക്ക് ക്രിസ്തുമസ് എന്നോ ഓണമെന്നോ അടിയന്തരമെന്നോ ഒന്നുമില്ല. ആള് കൂടുന്ന ഇടത്തെല്ലാം വന്ന് കണ്ണന്തിരിവ് പറഞ്ഞ് തല്ല് മേടിച്ചു വയ്ക്കും, അത്ര തന്നെ. എന്നാൽ കൃത്യമായ അജണ്ടകളോടെ ക്രിസ്തുമസിനെതിരെ ചില നീക്കങ്ങൾ നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ചില വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് നടമാടിയത്. കേരളത്തിൽ ക്രിസ്തുമസിനെതിരെ നടന്ന അതിക്രമങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അക്കാര്യം ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. കാസർഗോഡ് മുള്ളേരിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് ജീവനക്കാർ ഒരുക്കിയ പുൽക്കൂടായിരുന്നു അന്ന് എരഞ്ഞിപ്പുഴ സ്വദേശി മുസ്തഫ എന്നയാൾ നശിപ്പിച്ചത്. പുൽക്കൂടിനകത്തുണ്ടായിരുന്ന രൂപങ്ങൾ എരഞ്ഞിപ്പുഴ സ്വദേശി എടുത്തുകൊണ്ടുപോയി. സർക്കാർ ആശുപത്രിയിൽ പുൽക്കൂട് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് മുസ്തഫ ഈ അതിക്രമം കാട്ടിയത്. അന്ന് ആ സംഭവം വിവാദമായതോടെ മുസ്തഫയ്ക്ക് മാനസികമായ അസ്വസ്ഥതയുണ്ട് എന്നായിരുന്നു ചില ക്യാപ്സ്യൂളുകൾ പുറത്തു വന്നത്. അത് നേരാണെങ്കിലും നുണയാണെങ്കിലും അയാളുടെ അസ്വസ്ഥത ക്രൈസ്തവർക്കെതിരെ തന്നെയാണ് പിന്നീട് വിശുദ്ധ ബൈബിൾ അഗ്നിക്കിരയാക്കിക്കൊണ്ട് അയാൾ അരക്കിട്ട് ഉറപ്പിച്ചത്. മതേതര മൂല്യങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യൻ മണ്ണിൽ സഹനത്തിന്റെ പ്രതീകങ്ങളായ ക്രൈസ്തവർക്കെതിരെ മെക്കിട്ട് കയറാൻ ഒരുങ്ങുമ്പോഴൊക്കെ മതവെറിയന്മാരായ ഹൈന്ദവ തീവ്രവാദികൾ പൊക്കിപ്പിടിക്കുന്നത് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തിയെന്നാണ്. മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ നെഞ്ചത്തോട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും കയറാമെന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഈ മത തീവ്രവാദികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിർബന്ധമല്ലാത്തതും സ്വമേധയാ ഉള്ളതുമായ മതപരിവർത്തനങ്ങൾ ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് എന്നിരിക്കെ ഇത്തരത്തിലുള്ള എല്ലാത്തരം നീക്കങ്ങളിലൂടെയും ക്രൈസ്തവരെ ദ്രോഹിച്ചുകൊണ്ട് ഈ തെമ്മാടി കൂട്ടങ്ങൾ എന്താണ് നേടുന്നത് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. മാളിൽ കണ്ട ക്രിസ്മസ് പപ്പായുടെ ബൊമ്മ കണ്ടുപോലും അസഹിഷ്ണുത പെരുത്ത മതഭ്രാന്തന്മാർ അതെല്ലാം അടിച്ചു തകർക്കുമ്പോഴും അന്ധയായ ക്രിസ്തീയ പെൺകുട്ടിയെ ആക്രമിക്കുമ്പോഴും കന്യാസ്ത്രീകളെ അവഹേളിക്കുമ്പോഴും ഇത്തരക്കാർ ഏറ്റുപാടിയത് ഈ പല്ലവി തന്നെ ആയിരുന്നു എന്നത് മറക്കാനാകില്ല. മനസ്സിൽ മതാർബുദം മുറ്റി നിൽക്കുന്ന ഈ തെമ്മാടി കൂട്ടങ്ങളെ നിലയ്ക്ക് നിർത്താൻ നിയമം നിർമ്മിക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവരുടെ ആശങ്കകൾ പരിഹരിച്ചേ മതിയാവുകയുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി പുതിയ വത്സരത്തിൽ പുതിയ വാർത്തകളുടെ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.